ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CSEBയുടെ 1050/2024 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എഫക്റ്റ് ഓഫ് ഓവർഡ്യൂ? ഓവർഡ്യൂയുടെ എഫക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെസ്ട്രിക്ഷൻ ഓൺ ക്യാഷ് ഫ്ലോ, ബാഡ് എഫക്റ്റ് ഓൺ ഗുഡ് വിൽ, ഡ്രെയിൻ ഓഫ് പ്രോഫിറ്റ്, ഡിക്ലൈൻസ് ഇക്വിറ്റി വാല്യൂ. ഇവയിൽ ഏതാണ് ഓവർഡ്യൂയുടെ എഫക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റെസ്ട്രിക്ഷൻ ഓൺ ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് ഫ്ലോ. റെസ്ട്രിക്ഷൻ ഓൺ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓവർഡ്യൂ അക്കൗണ്ട്സ് വരുമ്പോൾ തന്നെ അത് ക്യാഷ് ഫ്ലോ കുറയ്ക്കും അല്ലേ? അക്കൗണ്ടുകൾ ഓവർഡ്യൂ ആകുമ്പോൾ തന്നെ പണമൊഴുക്കിന് കാലതാമസം ഉണ്ടാവുകയും അത് പണത്തിൻ്റെ വരവ്, അതാണല്ലോ ക്യാഷ് ഫ്ലോ, നിയന്ത്രിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തിന് കാരണമാവും? അത് ഓവർഡ്യൂവിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ്. ക്യാഷ് ഫ്ലോയ്ക്ക് ഒരു റെസ്ട്രിക്ഷൻ വരുമെന്നത് ഓവർഡ്യൂവിൻ്റെ എഫക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ പറയുന്നത് ബാഡ് എഫക്റ്റ് ഓൺ ഗുഡ് വിൽ. ഗുഡ് വില്ലിനെ അത് ബാധിക്കുമോ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗുഡ് വില്ലിനെ ബാധിക്കും അല്ലേ? കാരണം ഇങ്ങനത്തെ അക്കൗണ്ടുകൾ കമ്പനിയുടെ ഗുഡ് വില്ലിനെ, പ്രശസ്തിനെ ബാധിക്കും. അതുപോലെ തന്നെ ക്ലയൻസിനുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാ തരത്തിലും ഓവർഡ്യൂ എന്തിനെ ബാധിക്കും? ഗുഡ് വില്ലിനെ ബാധിക്കും. പിന്നെ ഡ്രെയിൻ ഓഫ് പ്രോഫിറ്റിൽ അതെന്ത് മാറ്റമാണ് വരുത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രോഫിറ്റിലും തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ലാഭം കുറയ്ക്കുകയാണ് ചെയ്യുക. കാരണം ഇങ്ങനത്തെ അക്കൗണ്ടുകൾ നിലനിൽക്കുമ്പോൾ തന്നെ സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ കൂടും. പിന്നെ ഈ ഓവർഡ്യൂ നമ്മൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഫിനാൻഷ്യലി ഒരുപാട് ചിലവാക്കേണ്ടി വരും. തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ലാഭക്ഷമതയെ ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓവർഡ്യൂയുടെ എഫക്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് ഡിക്ലൈൻസ് ഇക്വിറ്റി വാല്യൂ എന്നാണ്. ഇക്വിറ്റി വാല്യൂ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇക്വിറ്റി വാല്യൂ കുറയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കുറയും എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ ഈ ഒരു ഓപ്ഷൻസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയത് ഏതാണ്? ഡിക്ലൈൻസ് ഇക്വിറ്റി വാല്യൂ എന്ന ഉത്തരമാണ്. അതുകൊണ്ട് CSEBയുടെ ആൻസർ ഡിക്ലൈൻസ് ഇക്വിറ്റി വാല്യൂ എന്നതാണ് കേട്ടോ. അപ്പോൾ ഇക്വിറ്റി വാല്യൂ ഈ ബാക്കി മറ്റുള്ളവയ്ക്ക് സമാനമായി ഫലമുണ്ട്, ഇതിനും ഫലമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫലമുള്ളത് ഈ മൂന്നിനാണ്, ഇതിന് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എഫക്റ്റ് അല്ലാത്തത് ഏതെന്ന് ചോദിച്ചിട്ട് പറയുന്നത് ഡിക്ലൈൻസ് ഇക്വിറ്റി വാല്യൂ എന്നതാണ് കേട്ടോ. പെട്ടെന്ന് ഇക്വിറ്റി വാല്യൂവിനെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയണത് പ്രൊവിഷൻ റിക്വയർഡ് ഫോർ സ്റ്റാൻഡേർഡ് ST, ഷോർട്ട് ടേമിൻ്റെ ഉള്ള SAO, അതായത് സീസണൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസിൻ്റെ പ്രൊവിഷനും അതുപോലെ SMEയുടെ പ്രൊവിഷനും എത്ര ശതമാനം എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെയൊക്കെ പ്രൊവിഷൻസിൻ്റെ ചാർജസ് നമ്മൾ കുറച്ച് അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ STയുടെയും അതുപോലെ തന്നെ SMEയുടെയും വരുന്നത് 0.25% ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. പ്രൊവിഷൻസ് റിക്വയർഡ് ഫോർ സ്റ്റാൻഡേർഡ് ST, SAO, സീസണൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ആൻഡ് SME എന്ന് വരുന്നത് എത്രയാണ് പറയണത്? 0.25% ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് റേറ്റ്സും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കുറച്ച് റേറ്റ്സും കാര്യങ്ങളും പ്രൊവിഷൻസ് സ്റ്റാൻഡേർഡ് അസറ്റുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ആകുമ്പോൾ ഈ ഫാം ക്രെഡിറ്റിൻ്റെ രീതിയിലാണ്. MSME ഫാം ക്രെഡിറ്റ് അതിനൊക്കെ ഉള്ളത് 0.25% തന്നെയാണ് കേട്ടോ. MSMEക്കും ഫാം ക്രെഡിറ്റിനും ഒക്കെ എന്താണ്? 0.25% ആണ്. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. അഗ്രികൾച്ചറൽ ഫാം ക്രെഡിറ്റ്, MSME അവർക്കൊക്കെ ഉള്ളത് 0.25% ആണ്. ഓക്കെ. പിന്നെ കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റുകളാണെങ്കിൽ, അതായത് റെസിഡൻഷ്യൽ ഹൗസ് അല്ലാത്തത്, നമ്മളെ സാധാരണ വീട്ട് ലോൺ അല്ലാത്ത കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് പർപ്പസിനാണെങ്കിൽ 1% പ്രൊവിഷനായിട്ട് മാറ്റിവെക്കേണ്ടത്. ഓക്കെ. പിന്നെ കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റുകളാണെങ്കിലോ 0.75% ആണ് കേട്ടോ. പിന്നെ മറ്റെല്ലാ
സ്റ്റാൻഡേർഡ് അസറ്റ്സിനും ഓൾ അതർ സ്റ്റാൻഡേർഡ് അസറ്റ്സിന് എഡ്യൂക്കേഷൻ ലോൺ ഉൾപ്പെടെ അതിന് മാറ്റി വെക്കേണ്ടത് 0.40% 0.40% എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ST എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ MSMEക്ക് അഗ്രികൾച്ചറൽ ഫാം ക്രെഡിറ്റിനൊക്കെ വരുന്നത് 0.25% ആണ്. കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് അതായത് റെസിഡൻഷ്യൽ ഹൗസ് അല്ലാത്തതിന് വരുന്നത് 1%. കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റിന് വരുന്നത് എത്രയാണ്? റെസിഡൻഷ്യൽ ഹൗസിന് വരുന്നത് 0.75% ആണ്. കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ 1%. വീട് സാധാരണ റെസിഡൻഷ്യൽ ഹൗസ് ലോൺസ് ഒക്കെ ആണെങ്കിൽ 0.75% ആണ്. പിന്നെ സ്റ്റാൻഡേർഡ് അസറ്റ് മറ്റെല്ലാ സ്റ്റാൻഡേർഡ് അസറ്റ്സിനും എഡ്യൂക്കേഷൻ ലോൺ ഉൾപ്പെടെ 0.40% ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതാണ് ഈ ഒരു പ്രൊവിഷനിങ്ങിൻ്റെ ഭാഗം വരുന്നത് കേട്ടോ. അപ്പോൾ പ്രൊവിഷനിങ്ങിൻ്റെ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അൺസെക്യൂർഡ് പോർഷൻ ആണെങ്കിൽ 100% നമ്മൾ മാറ്റി വെക്കണം. ലോസ് അസറ്റ് ആണെങ്കിലും എന്ത് ചെയ്യണം? 100% മാറ്റി വെക്കണം എന്ന് പറയുന്നത് കേട്ടോ. അൺസെക്യൂർഡ് പോർഷൻ ആണെങ്കിലും ലോസ് അസറ്റ് ആണെങ്കിലും നമ്മൾ 100% മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ DA1 ഒക്കെ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് അസറ്റിൽ DA1, DA2, DA3 എന്ന് പറഞ്ഞ 3 കാറ്റഗറി ഉണ്ടല്ലോ ഡൗട്ട്ഫുൾ അസറ്റ്സിൽ തന്നെ. അപ്പോൾ അത് DA1 ആണെങ്കിൽ 1 വർഷം അപ് ടു 1 ഇയർ ആണ് DA1 എന്ന് പറയുക കേട്ടോ. അത് 25% മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ട്. DA2 ആണെങ്കിൽ 1 വർഷത്തിനും 3 വർഷത്തിനും ആ ഇടയിലുള്ളതാണ് 40% മാറ്റി വെക്കണം എന്നുണ്ട്. DA3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. അത് പിന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. DA3 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരെ ലോസ് അസറ്റ് എന്ന ഒരു കാറ്റഗറിയിലേക്ക് പരിഗണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 100% മാറ്റി വെക്കണം എന്നാണ് പറയണത്. അപ്പോൾ അതാണ് ഈ ഒരു പ്രൊവിഷനിങ്ങിനായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഓർത്തിരിക്കാനുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡാഷ് ഈസ് എ ബാങ്ക് ദാറ്റ് ഓഫേഴ്സ് ബാങ്കിങ് സർവീസസ് ത്രൂ ഇലക്ട്രോണിക് ചാനൽസ്. ഇലക്ട്രോണിക് ചാനൽസിലൂടെ ബാങ്കിങ് സർവീസസ് ഓഫർ ചെയ്യുന്നു. അപ്പോൾ ഈ ബാങ്കിങ്ങും അത് തന്നെയാണ് പറയുന്നത് അല്ലേ. മോഡേൺ ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, വിർച്വൽ ബാങ്കിങ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് നമ്മൾ കൊടുക്കുന്നത് വിർച്വൽ ബാങ്കിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വിർച്വൽ ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ പോവാതെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം, അതാണ് വിർച്വൽ ബാങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണല്ലോ ഇതെല്ലാം, ഈ ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും ഒക്കെ തന്നെയല്ലേ. അപ്പം അതിൻ്റെ ഒക്കെ കൂടിയുള്ളൊരു പേരാണ് വിർച്വൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ് സർവീസസ് ത്രൂ ഇലക്ട്രോണിക് ചാനൽസ്. എവിടെ ബാങ്കിൻ്റെ ഓഫീസിലേക്ക് പോകണോ വേണ്ട, ബാങ്കിൻ്റെ ഓഫീസിലേക്ക് പോവാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, അതാണ് വിർച്വൽ ബാങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് പറയുന്നത് ഡാഷ് എനേബിൾ ബാങ്ക്സ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ കസ്റ്റമേഴ്സ് ആൻഡ് ദെയർ ഫിനാൻഷ്യൽ ഡീലിങ്സ് ബെറ്റർ വിച്ച് ഇൻ ടേൺ ഹെൽപ്പ് ദം ടു മാനേജ് ദെയർ റിസ്ക്. അതേതാണ്? KYC പ്രൊസീജിയർ ആണോ, IRAC നോംസ് ആണോ, AMC ഗൈഡ് ലൈൻസ് ആണോ, CFT ഗൈഡ് ലൈൻസ് ആണോ? കസ്റ്റമേഴ്സിൻ്റെ ഫിനാൻഷ്യൽ ഡീലിങ്സും എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു കൊടുക്കാറുണ്ട്? ഒരു കസ്റ്റമറെ അറിയാൻ എന്നുള്ളൊരു പരിപാടി ഉണ്ട് അല്ലേ. അതിനെക്കുറിച്ചിട്ട് തന്നെയാണ് പറയണത്. KYC നോ യുവർ കസ്റ്റമർ എന്ന് പറഞ്ഞ പ്രൊസീജിയർ എല്ലാ ബാങ്കുകളിലും ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണത് കേട്ടോ. അവിടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? KYC പ്രൊസീജിയർ തന്നെയാണ്. അപ്പം KYC പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ ബാങ്ക് വാങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഈ IRAC? അതായത് ഇൻകം റെക്കഗ്നീഷൻ ആൻഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ നോംസ്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രൊവിഷനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ AMC ഗൈഡ് ലൈൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. AMC ഗൈഡ് ലൈൻസും ആൻറ്റി മണി ലോണ്ടറിങ്ങിനെതിരെയുള്ളത് തന്നെയാണ് AMC ഗൈഡ് ലൈൻസും. അതുപോലെ തന്നെ CFTയും വരുന്നത് കേട്ടോ. CFT കോമ്പാക്റ്റിംഗ് ഫിനാൻഷ്യൽ ടെററിസം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് രണ്ടും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻറ്റി മണി ലോണ്ടറിങ്ങിനെതിരെ പ്രവർത്തിക്കുന്നതാണ്. ഇത് രണ്ടും പ്രവർത്തിക്കുന്നതാണ്. അത് രണ്ട് ഈ KFC ആണെങ്കിൽ KYC പോളിസീസ് ആണെങ്കിലും ഈ AMC ആണെങ്കിലും CFT ആണെങ്കിലും ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻറ്റി മണി ലോണ്ടറിങ്ങിനെതിരെ, AMLനെതിരെ. അതായത് കള്ളപ്പണം ദേശത്തിന് ദ്രോഹിക്കുന്ന രീതിയിൽ ഉണ്ടാവാൻ പാടില്ല, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും നടത്താൻ പാടില്ല, ബാങ്കുകളെ അതിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുള്ളത് KYC പ്രൊസീജിയറാണ് കേട്ടോ. KYC പ്രൊസീജിയറാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ,
KYC procedure enables banks to understand their customers and their financial dealings better, which in turn help them to manage their risk. റിസ്ക് മാനേജ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഹു വാസ് ദ ചെയർമാൻ ഓഫ് ടാസ്ക് ഫോഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു അനലൈസ് ദ പ്രോബ്ലംസ് ഓഫ് STCCS. അതായത് STCCSൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്ത ടാസ്ക് ഫോഴ്സിൻ്റെ ചെയർമാൻ ആരാണ്? അപ്പോൾ ഗാഡ്ഗിലാണോ, വൈദ്യനാഥനാണോ, ഖുസ്രു ആണോ, ബ്രഹ്മപ്രകാശാണോ, ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗാഡ്ഗിൽ എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ലീഡ് ബാങ്ക് സ്കീമുമായി ബന്ധപ്പെട്ട ആളായിരുന്നു അല്ലേ ഗാഡ്ഗിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വൈദ്യനാഥനാണ് കേട്ടോ. റെഗുലേറ്ററി അതോറിറ്റി ഓവർ കോപ്പറേറ്റീവ് ബാങ്ക്സ് വന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈദ്യനാഥനാണ് ഈ ഒരു ചെയർമാൻ ടാസ്ക് ഫോഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു അനലൈസ് ദ പ്രോബ്ലംസ് ഓഫ് STCCS. റിവൈവൽ പാക്കേജ് ആയിരുന്നു ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്ത റിവൈവൽ പാക്കേജ് ആയിരുന്നു എൻകംപസിങ് ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് എന്ന് പറഞ്ഞത്. 2004-2005 കാലഘട്ടത്തിലാണ് കേട്ടോ ഈ ഒരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തതും. 4 അപ്പോയിൻറ്റ് ചെയ്തു, 5 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ബ്രഹ്മപ്രകാശ് പിന്നെ നമ്മുടെ മോഡൽ കോപ്പറേറ്റീവ് ബില്ലുമായി ബന്ധപ്പെട്ട ആളാണ് ബ്രഹ്മപ്രകാശ്. അപ്പോൾ ഇവിടെ നമ്മൾ വൈദ്യനാഥനെ ഓർത്തു വയ്ക്കാം. വൈദ്യനാഥൻ കമ്മിറ്റിയുടെ ശുപാർശകളൊക്കെ നമ്മൾ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ഡാഷ് റെഗുലേറ്റ്സ് ദ മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. ആരാണ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം കേട്ടോ. ആരാ റെഗുലേറ്റ് ചെയ്യുന്നത്? സെബി ആണ് മ്യൂച്വൽ ഫണ്ടുകളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കേട്ടോ, സെബിയാണ്. ഇൻ ദ കേസ് ഓഫ് സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ്, സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് വന്നു കഴിഞ്ഞാൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് വന്നു കഴിഞ്ഞാൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ ഏജൻ്റ് ഉണ്ട്, ഏജൻറ്റ് പ്രിൻസിപ്പൽ ഉണ്ട്, ബെയിലി ബെയിലർ ഉണ്ട്, ബെയിലർ ബെയിലി ഉണ്ട്. ബാങ്കർ കസ്റ്റമറാണ്, അപ്പോൾ എന്താണ് ബെയിലി ബെയിലറാണ് ഇവിടെ ആൻസറായിട്ട് വരിക. ബെയിലി ബെയിലറാണ് ഇവിടെ ആൻസറായിട്ട് വരിക. അപ്പോൾ ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചിലപ്പോൾ 2 കാണാറുണ്ട് അല്ലേ, 1-2 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് ജസ്റ്റ് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. റിലേഷൻഷിപ്പ് പ്രൈമറി റിലേഷൻഷിപ്പ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. ബാങ്കർ കസ്റ്റമർ കേട്ടോ, ബാങ്കർ കസ്റ്റമറാണ് നമ്മൾ പറയണത്, തിരിഞ്ഞു പോകരുത്. പ്രൈമറി റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് വരുമ്പോൾ ഡെപ്റ്റർ ക്രെഡിറ്ററാണ്. പിന്നെ ബാങ്ക് ഒരു ലോണോ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റോ ഒക്കെ പാസ്സാക്കുകയാണ്. അപ്പോൾ ഉള്ള റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പാണ് കേട്ടോ. ബാങ്ക് ഗ്രാൻഡഡ് ലോൺസ് ഓർ ഓവർ ഡ്രാഫ്റ്റ് എന്ന് വരുമ്പോൾ ഏതാണ്? ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പാണ്. പിന്നെ ബാങ്കർ ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പാണ്, ക്രെഡിറ്റർ ആവുകയാണ്, ബാങ്ക് ക്രെഡിറ്റർ ആവുകയാണ് കേട്ടോ. ബാങ്ക് ഡിസ്കൗണ്ട് ചെയ്യുകയാണ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച്, അപ്പോൾ ബാങ്ക് ക്രെഡിറ്റർ ആവുന്നു, കസ്റ്റമർ ആരായിരുന്നു? ഡെറ്റർ ആവുന്നു. ഓക്കെ. പിന്നെ ബാങ്കർ എക്സിക്യൂട്ട് ചെയ്യണ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും, കളക്ഷൻ ഓഫ് ചെക്ക്, ബില്ല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഇവിടെ ഏജൻറ്റ് പ്രിൻസിപ്പൽ, ബാങ്ക് ആരാവും? ഒരു ഏജൻ്റ് ആവും, കസ്റ്റമർ ഒരു പ്രിൻസിപ്പളാവും. അപ്പോൾ ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പാണ് സമയത്ത് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യണ സമയത്ത് കേട്ടോ. എക്സിക്യൂട്ടിങ് എനി സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ. അടുത്തത് വരുന്നത് കസ്റ്റമർ ഒരു സെർട്ടൻ സം ഓഫ് മണി അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സോ, ഇപ്പോൾ ഇതൊരു യാത്ര പോവുകയാണ്, അപ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ വേറെ എവിടെ സുരക്ഷിതമായിട്ട് കൊടുക്കാനില്ല, അപ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൊണ്ട് വെക്കുകയാണ്. ലോക്കറല്ല പറയണത്, അല്ലാതെ, ലോക്കറൊന്നും അല്ലാതെ. അപ്പോൾ ട്രസ്റ്റി ബെനഫിഷ്യറി ആവും, ബാങ്ക് അവിടെ ഒരു ട്രസ്റ്റി ആവും, കസ്റ്റമർ അവിടെ ഒരു ബെനഫിറ്റ് കിട്ടുന്ന ആൾ ബെനഫിഷ്യറി ആവും. ഓക്കെ. പിന്നെ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൻ്റെ കാര്യത്തിൽ ലെസ്സർ ലെസ്സി ആവും. അപ്പോൾ ഈ ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവാണ് എന്ത്? ബാങ്കിൻ്റെ കെട്ടിടം. അപ്പോൾ ആ കെട്ടിടത്തിനുള്ളിലെ ഒരു അറ നമുക്ക് വാടകയ്ക്ക് നൽകുകയാണ്. അതാണ് ഈ ലെസ്സർ ലെസ്സി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു അറ
നമുക്ക് ഒരു സ്ഥലം പ്ലേസ് നമുക്ക് വാടകയ്ക്ക് നൽകുകയാണ് ബാങ്ക് ചെയ്യണത്. അപ്പോൾ ബാങ്ക് അതിന് നമ്മൾ പകരമായിട്ട് ഇയർലി നമ്മൾ എന്ത് കൊടുക്കണം? ബാങ്കിന് റെൻറ്റ് കൊടുക്കണം. ചുമ്മാ നമ്മളവിടെ ലോക്കർ വേണമെന്ന് പറഞ്ഞിട്ട് ലോക്കറിൽ എന്തെങ്കിലും കൊണ്ടുവച്ചാൽ പറ്റില്ല. അപ്പോൾ അത് ആ ഒരു കരാർ, അങ്ങനെ ഒരു ഡീഡ് ഉണ്ട്. ആ ഡീഡ് പ്രകാരമാണ് ബാങ്കും ഈ ഒരു കസ്റ്റമറും തമ്മിൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ബന്ധത്തിനെ പറയുന്നത് ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പ് എന്നാണ്. സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ എന്ന് വരുമ്പോൾ തന്നെ ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പാണ് കേട്ടോ. പിന്നെ വെൻ ദ ബാങ്ക് ആക്സെപ്റ്റ് ജുവൽസോ ഡോക്യുമെൻറ്റ്സോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സേഫ് കസ്റ്റഡി ആയിട്ട് വാങ്ങുമ്പോൾ എങ്ങനെ ബെയിലി ബെയിലർ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ട്രസ്റ്റി ബെനഫിഷ്യറിന്ന്, അതേ സെയിം കേസ് തന്നെയാണ് ബെയിലി ബെയിലർ കേട്ടോ. അതായത് വാല്യുബിൾസ് വാങ്ങി വെക്കുമ്പോൾ സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് എന്നറിയപ്പെടുന്നതാണ് ബെയിലി ബെയിലർ. സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് അതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, ബെയിലി ബെയിലർ കേട്ടോ. പിന്നെ പ്ലഡ്ജ് വെക്കുകയാണ്, കസ്റ്റമർ പ്ലഡ്ജസ് ഗുഡ്സ് ജ്വല്ലറി ഡോക്യുമെൻറ്റ്സ് ഒക്കെ ബാങ്കിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ പോണി പോണറാവും. പ്ലഡ്ജ് ചെയ്യുമ്പോൾ പണയം വെക്കുമ്പോൾ പോണി പോണർ റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. പിന്നെ കസ്റ്റമർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് വെക്കുന്നതെങ്കിൽ മോർട്ട്ഗേജർ ആവും കേട്ടോ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മോർട്ട്ഗേജ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്ത് ബാങ്ക്, ഒരു സെക്യൂരിറ്റി ആയിട്ട് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കൊണ്ടുവയ്ക്കുമ്പം മോർട്ട്ഗേജർ എന്ന റിലേഷൻഷിപ്പ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ ഒരു പവർ ഓഫ് അറ്റോണി ടു ദ ബാങ്കറിന് നൽകുകയാണ്. അപ്പോൾ ബാങ്ക് ആരാവും? ഡോണിയാവും. കസ്റ്റമർ ഒരു ഡോണറാവും. ബാങ്കർ ഒരു ഡോണിയാവും, കസ്റ്റമർ ഒരു ഡോണറാവും കേട്ടോ. പിന്നെ ബാങ്ക് അണ്ടർടേക്സ് ടു സെൽ പ്രോഡക്റ്റ് ഓഫ് കസ്റ്റമർ, കസ്റ്റമറുടെ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വല്ല നെസസറി ആക്ഷൻസും സഹായിക്കുക അല്ലെങ്കിൽ ബാങ്ക് തന്നെ മുൻകൈ എടുത്ത് നടത്തുക ചെയ്യുമ്പോൾ ബാങ്ക് വീണ്ടും ഒരു ഏജൻറ്റ് പ്രിൻസിപ്പൾ ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഓരോ റിലേഷൻഷിപ്പിലും ട്രാൻസാക്ഷൻസ് ഏത് തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, അതാണ് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് മെയ്ഡ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ്. കോപ്പറേറ്റീവ് ബാങ്ക്സിന് ബാധകമായത് ഏത് സമയത്താൽ ഏത് ഡേറ്റിനാണെന്നാണ്? ഏത് ഡേറ്റിനാണ്? 1/3/1966 കോപ്പറേറ്റീവ് ബാങ്ക്സിന് ബാധകമാകുന്നത്. എന്തു ബാധകമാകുന്നത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കോപ്പറേറ്റീവ് ബാങ്കിന് ബാധകമാകുന്നത് 1/3/1966 കേട്ടോ. 1/3/1966. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കുമ്പോൾ ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്ന പേരിലാണ് പാസ്സാക്കിയത് 1949. ആക്ട് 10 ഓഫ് 1949 എന്നായിരുന്നു അന്ന് അതിൻ്റെ പേര് കേട്ടോ. ആക്ട് 10 ഓഫ് 1949. ബാങ്കിങ് കമ്പനീസ് ആക്ട് പാസ്സാക്കുന്ന ഡേറ്റ് മാർച്ച് 10 കേട്ടോ. 10/3/1949 ബാങ്കിങ് കമ്പനീസ് ആക്ട് നിലവിൽ വരുന്നത്. വർഷം പ്രധാനപ്പെട്ടതാണ്, ഓർത്തു വയ്ക്കണം. 10/3/1949 പാസ്സാക്കി. കെയിം ഇൻ ടു ഫോഴ്സ് വന്നത് 16/3/1949. 2 വർഷവും ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം ഓർത്ത് വയ്ക്കുക. അത് കെയിം ഇൻ ടു ഫോഴ്സ് മാത്രം പഠിച്ചാൽ മതി. 16/3/1949 പഠിച്ചു വയ്ക്കുക. പഴയ പേര് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. ആക്ട് 10 ഓഫ് 1949 എന്നാണ് അറിയപ്പെടുക. പിന്നെ ബാങ്കിങ് കമ്പനീസ് ആക്ട് റീനെയിം ചെയ്തു. ഏത് പേരിൽ? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാക്കിയത് 1966 കേട്ടോ. അതായത് ഈ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിന് അപ്ലിക്കബിളായ അതേ വർഷം തന്നെയാണ് പേര് മാറ്റിയതും, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാക്കിയത് കേട്ടോ. പിന്നെ ഈ പ്രധാനപ്പെട്ട അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം 1965. കെയിം ഇൻ ടു ഫോഴ്സിൻ്റെ ഡേറ്റാണ് 1/3/1966 കേട്ടോ. 1/3/1966. ഓക്കെ. പിന്നെ ആർക്കൊക്കെ ബാധകമല്ല ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ബാധകമല്ലാത്തത്? ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനും പ്രൈമറി അഗ്രികൾച്ചർ PACSനുമാണ് കേട്ടോ. ഓക്കെ. 56 സെക്ഷൻസാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനുള്ളത്. 5 ഷെഡ്യൂളുകളും 5 പാർട്ടുകളുമായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഡേറ്റ് ഒക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ കോപ്പറേറ്റീവ് ബാങ്ക് ഈ വർഷങ്ങൾ, അതായത് BR ആക്ടിൻ്റെ വർഷങ്ങൾ 10/3/1949, 16/3/1949 ഓർക്കണം. പിന്നെ 1/3/1966 ഓർക്കണം കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട ഷെഡ്യൂളുകൾ എത്ര എണ്ണം ഉണ്ട്?
ശരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് 4 ഷെഡ്യൂളും ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട 12 ഷെഡ്യൂളുകളും അടക്കം 16 ഷെഡ്യൂളുകളാണ് എന്തിനുള്ളത്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. BR ആക്ടിനുള്ള ഷെഡ്യൂൾസിൻ്റെ എണ്ണം ടോട്ടൽ 16ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളുകളാണ് കേട്ടോ. അല്ലാത്ത ഷെഡ്യൂളുകൾ 5 എണ്ണമാണുള്ളത്. പ്രൈമറി സാധാ ഷെഡ്യൂൾ പറയുമ്പോൾ 5 എണ്ണമാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് 16, ബാലൻസ് ഷീറ്റിന് 12ഉം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് 4. മറ്റേ ഷെഡ്യൂൾസ് ഷെഡ്യൂൾ 1 അമെൻമെൻറ്റ്സ് ആണ്, ഷെഡ്യൂൾ 2 റിപ്പീൽ ചെയ്ത് എടുത്തു പോയതൊക്കെ, ഷെഡ്യൂൾ 3 ഡീൽസ് വിത്ത് ഫോംസ് ഓഫ് ബാലൻസ് ഷീറ്റ് ആണ്, ഷെഡ്യൂൾ 4 ലിസ്റ്റ് ഓഫ് ഡെപ്റ്റേഴ്സ് ആണ്, ഷെഡ്യൂൾ 5 പ്രിൻസിപ്പൾസ് ഓഫ് കോമ്പൻസേഷൻ ആണ് കേട്ടോ. അങ്ങനെ 5 ഷെഡ്യൂളുകളാണ് സാധാരണയുള്ളത്. മറ്റത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളുകളാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, എ സൈസബിൾ പോർഷൻ ഓഫ് ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഈസ് ഫോംഡ് ഓഫ്. എവിടെ നിന്നാണ് സൈസബിൾ പോർഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുക കോപ്പറേറ്റീവ് ബാങ്കിന്? മിസ്സലേനിയസ് ഇൻകം നിന്ന് അത്രയും കിട്ടുമോ? ഇൻട്രസ്റ്റ് ഫ്രം ലോൺസ്, ഇൻട്രസ്റ്റ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നൺ ഓഫ് ദി എബവ്. ഇൻട്രസ്റ്റ് ഫ്രം ലോൺസ് ആയിരിക്കും അല്ലേ. അതുകൊണ്ടല്ലേ ബാങ്കുകൾക്ക് ലോൺസ് കൊടുക്കാൻ ഇത്ര താല്പര്യമല്ലേ, അവർക്ക് നല്ല ലാഭം കിട്ടുന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ടല്ലേ ലോൺ വേണോ വെച്ച് നമ്മളെയൊക്കെ ഫോൺ വിളിക്കാറുണ്ട് അല്ലേ. ലോൺ അടച്ചിട്ടില്ലെങ്കിൽ വലിയ പുലിവാലാവും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രധാനമായിട്ട് അവർക്ക് കിട്ടുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ മെയിൻ സോഴ്സ് എന്തുതന്നെയാണ്? അവരുടെ ലോൺസ് എന്നുള്ള ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് റുപ്പേ കാർഡാണ്. റുപ്പേ കാർഡ് എന്ന് ലോഞ്ച് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 2012 കേട്ടോ. റുപ്പേ കാർഡ് ലോഞ്ച് ചെയ്തത് എന്നാണ്? 2012. അപ്പം നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ഡൊമസ്റ്റിക് കാർഡ് എന്നറിയപ്പെടുന്നതാണ് എന്ത്? റുപ്പേ കാർഡ് അല്ലേ. റുപ്പേ കാർഡ് ഇന്ത്യയുടെ സ്വന്തം ഡൊമസ്റ്റിക് ബാങ്കാണ് റുപ്പേ കാർഡ്. ഓക്കെ, അപ്പോൾ റുപ്പേ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ NPCI ആണ് അതിൻ്റെ നിയന്ത്രണം ഉള്ളത്. NPCIയുടെ നേതൃത്വത്തിലാണ് റുപ്പേ കാർഡ് ഓപ്പറേറ്റ് ചെയ്യുന്നതും. ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ അപ്ലിക്കബിൾ ആണ് റുപ്പേ കാർഡ്. 2012 അത് ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. NPCIയുടെ ഒരുപാട് പിന്നെ അതുപോലെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഭീം ആപ്പ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് റുപ്പേ കാർഡും അല്ലാതെ. അതുമായി ബന്ധപ്പെട്ട് കുറേ NPCIയുടെ കൺട്രോളിലുള്ള കുറേ വ്യത്യസ്ത തരത്തിലുള്ള ഇതുപോലത്തെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എപ്പോഴെങ്കിലും ഒഴിവുപോലെ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ്, 160 ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞു. ഇനി നമുക്ക് GK പാർട്ടാണ് ജസ്റ്റ് ഒന്ന് നോക്കാനുള്ളത്. GK പാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. ഇംഗ്ലീഷും മാത്സും നമ്മൾ ടെലഗ്രാമിലിടാം. അപ്പോൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത്. 1050/2024 ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയത്. ഇനി നമുക്ക് 1049/2024 തുടങ്ങാം. ഓക്കെ, അപ്പോൾ അത് അടുത്ത ക്ലാസ് തൊട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ. അപ്പോൾ ബാക്കി നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.